മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? ഒരഭിപ്രായവും ഇല്ല. രേണുസുതിയെ കുറിച്ച് ഒരഭിപ്രായവും ഇല്ല. ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ, തേങ്ങ കൊലയാ. നന്മ പറയത്തക്കാടി അതൊന്നും ഞങ്ങൾക്ക് അയൽവക്കക്കാർക്കില്ല. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എപ്പോഴും 24 മണിക്കൂർ സുതി. ഈ കഴിഞ്ഞ ദിവസം എന്തോ പറഞ്ഞപ്പോഴും സുതിയുടെ കാര്യം പറയുന്നത് കേട്ട്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. പുള്ളിയെ കൊണ്ട് പുള്ളിക്കാരി മുതലെടുക്കുക. സുധീനെ വിറ്റ് ജീവിക്കുന്നതാണോ പറഞ്ഞത്? അതെ. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. ബിഗ് ബോസിന് പോയാലും സുധിയാണ്. ബിഗ് ബോസിൽ പോയാലും സുതിയാ. സുതിച്ചേട്ടന് വേണ്ടിയിട്ടാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. രേണുസുതിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാ. ഞങ്ങൾ രീതി അങ്ങ് കട്ട് ചെയ്യും. ഇവിടെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലെല്ലാവർക്കും മോശമാണ് അഭിപ്രായം. മൊത്തത്തിൽ എല്ലാ മനുഷ്യരും ഈ വാർഡ് എല്ലാ മനുഷ്യരും മോശമായിട്ട് തന്നെ അഭിപ്രായം പറയുന്നത്. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. സുധിയുടെ ശവകുടീരത്തെ പേടി ഇങ്ങനെ കുനിഞ്ഞു കിടന്ന് കരയുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? അതൊക്കെ എന്നതാ, അതൊക്കെ മനുഷ്യനെ കാണിക്കാൻ. ഓരോ ഉടായ്പായിട്ട് അറിയിക്കോളൂ. അതിനെ വിറ്റ് മുതലാക്കുക. അതാണ് ഒരു മുതലാക്കൽ. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും പിന്നെ എന്തിനാണ് ഈ സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര്? ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? വിക്രമ, അങ്ങോട്ട് പോന്നേ.